മാർച്ച് മാസം 27 തിയേറ്റർ റിലീസിന് വരാൻ പോകുന്ന ബ്രഹ്മാണ്ഡ സിനിമയാണ് നമ്മുടെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ. ചിത്രം തിയേറ്റർ റിലീസിന് വരാൻ പോകുന്ന മാർച്ച് മാസം 27 നമ്മുടെ എമ്പുരാൻ സിനിമ നമ്മുടെ സംവിധാനം ചെയ്തിരിക്കുന്ന നമ്മുടെ പൃഥ്വിരാജ് സുകുമാരനാണ്. ലൈക്ക പ്രൊഡക്ഷൻസ്, ശ്രീ ഗോകുലം മൂവീസ്, ആശീർവാദ് സിനിമാസ് ഒക്കെയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. മലയാളത്തിലെ ആദ്യ ഐമാക്സ് സിനിമയും കൂടിയാണ് മാർച്ച് 27 വരാൻ പോകുന്ന എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ. നിലവിൽ സിനിമ ട്രെയിലർ, ടീസർ, എല്ലാ പ്രൊമോഷൻ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ദിവസം കൂടിയുള്ള സിനിമയുടെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ എത്രയാണെന്ന് പ്രവചിക്കാനായിട്ട്. എന്തായാലും സിനിമയുടെ പ്രീസെയിൽ കളക്ഷനിൽ തന്നെ പോകാം. നമുക്ക് നിമിഷമില്ലാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. സിനിമയുടെ കേരളത്തിലെ പ്രീസെയിൽ നിലവിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഓപ്പണിംഗ് ആയിട്ട് ഓൾമോസ്റ്റ് 11.3 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. അത് മാത്രം ചിത്രത്തിൻ്റെ കർണാടക ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 2 കോടിയുടെ മുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് കർണാടകയിൽ. അതിലേറ്റവും കോമഡി എന്താണെന്ന് വെച്ചാൽ മലയാളം വേർഷൻ മാത്രമാണ് 2.82 കോടി നേടിയെടുത്തിരിക്കുന്നത് കർണാടക ബോക്സ് ഓഫീസിൽ. അത് മാത്രമല്ല കർണാടക വേർഷൻ ഓൾമോസ്റ്റ് 2.86 ലക്ഷം മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും മലയാളീൻ്റെ പവർ തന്നെയാണ് കർണാടകയിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും തമിഴ്നാട് ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിനിമയ്ക്ക് 85 ലക്ഷം മാത്രമാണ് മലയാളത്തിൻ്റെ പതിപ്പ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ തമിഴ് വേർഷൻ ഓൾമോസ്റ്റ് 29 ലക്ഷം കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് 1.14 കോടിയുടെ മുകളിലൊക്കെയാണ് തമിഴ്നാട് ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് എമ്പുരാൻ സിനിമയ്ക്ക്. അത് മാത്രമല്ല നിലവിൽ ബുക്ക് മൈ ഷോയിൽ ഏറ്റവും അധികം ടിക്കറ്റ് പ്രീസെയിൽ നടന്നിരിക്കുന്ന മലയാള സിനിമയായി മാറിയിരിക്കുകയാണ് നമ്മുടെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ. ഓൾമോസ്റ്റ് 1 മില്യൻ്റെ മുകളിലാണ് സിനിമേൻ്റെ പ്രീസെയിൽ ടിക്കറ്റ് സെയിൽ നടന്നിരിക്കുന്നത് ബുക്ക് മൈ ഷോയിൽ മാത്രമായിട്ട്. ഇനി സിനിമേൻ്റെ വീക്കെൻഡ് ഓപ്പണിംഗ് കളക്ഷനിലോട്ട് നമുക്ക് പോകാം. നമുക്ക് കേരള ബോക്സ് ഓഫീസിൽ വീക്കെൻഡ് ഓപ്പണിംഗ് പരിശോധിക്കുകയാണെങ്കിൽ വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളാണ്. വ്യാഴാഴ്ച ഓൾമോസ്റ്റ് 10.25 കോടി കാണാൻ സാധിക്കുന്നുണ്ട് അഡ്വാൻസ് ആയിട്ട് പ്രീസെയിൽ. വെള്ളി ദിവസം 4.41 കോടി, ശനി ദിവസം 3.58 കോടി, ഞായർ ദിവസം ഓൾമോസ്റ്റ് 3.26 കോടി. അങ്ങനെ ടോട്ടലായിട്ട് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ് ആയിട്ട് ചെറിയ ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും ഓൾമോസ്റ്റ് റൗണ്ട് ഫിഗർ ആയിട്ട് 22.3 കോടിൻ്റെ അടുത്ത് ഓപ്പണിംഗ് കാണാൻ സാധിക്കുന്നുണ്ട് വീക്കെൻഡ് കളക്ഷൻ ആയിട്ട്. കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിവസം ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ നിലവിൽ ഇതുവരെയായിട്ട് 11 കോടിൻ്റെ അടുത്താണ് അപ്രോക്സിമേറ്റ്. എന്തായാലും ഇന്നത്തെ വൈകുന്നേരത്തോടെ കളക്ഷൻ കൂടി വരുമ്പോൾ നമ്മുടെ ലിയോ റെക്കോർഡ് അങ്ങ് തകർന്നു പോകും നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ ഓപ്പണിങ്ങിൽ. അത് മാത്രമല്ല ചിത്രത്തിൻ്റെ റൺ ടൈം പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫസ്റ്റ് ഹാഫ് 1 മണിക്കൂർ 38 മിനിറ്റും അതുപോലെ തന്നെ 19 സെക്കൻഡാണ്. സെക്കൻഡ് ഹാഫ് 1 മണിക്കൂർ 21 മിനിറ്റ് 32 സെക്കൻഡാണ്. ടോട്ടൽ 2 മണിക്കൂർ 59 മിനിറ്റും 51 സെക്കൻഡാണ് കാണാൻ സാധിക്കുന്നത് ഫുൾ ടൈം റൺ ടൈം ആയിട്ട്. ഇനി സിനിമേൻ്റെ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷൻ നമുക്ക് പരിശോധിക്കാം. ഓൾമോസ്റ്റ് വേൾഡ് വൈഡ് ഓപ്പണിംഗ് കാണുന്നത് വലിയൊരു സംഖ്യ തന്നെയാണ്. ഓപ്പണിംഗ് ആയിട്ട് ഗ്ലോബൽ ഓപ്പണിംഗ് 46.1 കോടിയാണ് കാണാൻ സാധിക്കുന്നത് ഗ്ലോബൽ ഓപ്പണിംഗ് ആയിട്ട്. എല്ലായിടത്തുനിന്നുമായിട്ട് ഓവർസീസ് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ കളക്ഷൻ ഓൾമോസ്റ്റ് 28.5 കോടിയുടെ അടുത്ത് വരുന്നുണ്ട്. ഇൻ്റർനാഷണൽ കളക്ഷൻ 40 മുകളിലാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഓപ്പണിംഗ് വീക്കെൻഡ് ഗ്ലോബൽ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ എമ്പുരാൻ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 69 കോടിൻ്റെ അടുത്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് ആയിട്ട് 70 കോടിൻ്റെ ഓപ്പണിംഗ് ആണ് ഗ്ലോബൽ ഓപ്പണിംഗ് വീക്കെൻഡായിട്ട് കാണാൻ സാധിക്കുന്നത്. അത് മാർച്ച് 27 മുതൽ 30 വരെയുള്ള പ്രീസെയിൽ കളക്ഷനൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് 70 കോടീൻ്റെ മുകളിലായിട്ട്. എന്തായാലും വലിയ റെക്കോർഡ് തന്നെയാണ് തകർക്കാൻ പോകുന്നത് പല സിനിമകളുടെയും. അത് മാത്രമല്ല ലാലേട്ടൻ തന്നെയാണ് ഒരുപാട് സിനിമകളുടെ റെക്കോർഡ് തകർത്തിരിക്കുന്നത്. പുതിയ റെക്കോർഡുകളും ഇടുവാനായിട്ട് നമ്മുടെ ലാലേട്ടൻ തന്നെ മുന്നിൽ നിൽക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ കുറഞ്ഞ റെക്കോർഡുകൾ പരിശോധിക്കാം. നമുക്ക് റെക്കോർഡുകൾ നോക്കുകയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിലെ ഒട്ടുമിക്ക റെക്കോർഡുകളും ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ ലാലേട്ടനിലൂടെ തന്നെയാണ്, അല്ലെങ്കിൽ ലാലേട്ടൻ സിനിമയിലൂടെ തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും നമുക്കത്. കാരണം ആദ്യ 50 കോടി സിനിമ നമ്മുടെ മോളിവുഡിലെ തന്നെ ദൃശ്യം എന്ന സിനിമയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 2013 ജിത്തു ജോസഫ് സംവിധാനത്തിൽ വന്ന സിനിമ. ആദ്യ 100 കോടി സിനിമ വന്നിരിക്കുന്നത് നമ്മുടെ പുലിമുരുകൻ എന്ന് പറഞ്ഞ സിനിമയാണ് 2016. ആദ്യ 50 കോടി കളക്ഷൻ നമ്മുടെ കേരള ബോക്സ് ഓഫീസിന് പുലിമുരുകനാണ് നേടിയെടുത്തിരിക്കുന്നത് 2016. ലൂസിഫർ സിനിമയാണ് ഓവർസീസിൽ ഏറ്റവും കൂടുതൽ 50 കോടി കളക്ഷൻ മറികടന്നിരിക്കുന്നത് 2019. അങ്ങനെ മറ്റൊരു റെക്കോർഡ് വന്നിരിക്കുകയാണ് 50 കോടി ഓപ്പണിങ്, അതും നമ്മുടെ എമ്പുരാൻ സിനിമയ്ക്ക്. അങ്ങനെ ഒരുപാട് റെക്കോർഡുകളാണ് നമ്മുടെ ഗോട്ട് എന്നായ നമ്മുടെ ലാലേട്ടൻ സ്വന്തമാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലായിട്ട്. എന്തായാലും കാത്തിരിക്കണം ചെയ്യാം നമുക്ക് മലയാളത്തിൽ തന്നെ ബ്രഹ്മാണ്ഡ സിനിമയ്ക്കായിട്ട്, എമ്പുരാൻ സിനിമയ്ക്കായിട്ട് മാർച്ച് മാസം 27 എന്തായാലും നിലവിൽ ഓൾമോസ്റ്റ് 70 കോടി വീക്കെൻഡ് ഓപ്പണിംഗ് കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. എത്ര പേരാണ് സിനിമ കാണാൻ പോകുന്നത് കൺബുക്ക് ചെയ്യപ്പെടുക.